എല്ലാം ചേട്ടാ ഇതൊന്ന് അർജന്റ് ആയിട്ട് കാണാൻ പറഞ്ഞു. അതെ നമ്മളെ കുന്നുമ്മിലെ കല്യാണി അടുത്തില്ലേ, കല്യാണി അമ്മ. ഏത്? നമ്മളെ ഷീബേന്റെ അമ്മമ്മ. ഇന്ന് രാവിലെ മരണപ്പെട്ടു. എന്താ അസുഖം? ഒരു അസുഖമില്ല, രാവിലെ വിറ്റടിക്കുമ്പോ കുഴഞ്ഞു മരിച്ച. എന്ത്? അപ്പൊ വിവരമൊന്ന് ഷീബേനെ അറിയിക്കണം. അതിന് ഷീബ മദ്രാസിലല്ലോ ഇവിടെ ഉണ്ടാ? അല്ല, ഷീബ ഇന്നലെ രാത്രി ഇവിടെ ഈന അങ്ങനെ വിളിച്ച് ഇപ്പൊ ഉണ്ടാരും പോയി പറഞ്ഞെല്ലാം ഫോണിൽ കൂടി പറഞ്ഞാ പറയും. ഓൾ അച്ചാച്ച മരിച്ചിട്ട് കൊണ്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവർക്ക് രണ്ടാമത്തെ അറ്റാക്ക് ഉണ്ടായേ. ഓൾക്ക് അങ്ങനെ വിഷമം കിട്ടുക, അപ്പോൾ അറ്റാക്ക് വരും. അല്ല നിങ്ങൾ എന്നെ കൊലക്കൊടുക്കും കൊണ്ടുവന്ന? അല്ല, ഇനി ഒരു സപ്പോർട്ടായിട്ട് നിന്ന് മതി. ബാക്കി ഞാനേറ്റ് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കൂലേ? ഇന്നില്ല, ഈ ഇടം എന്റെ കൂടെ സഹായത്തിന് സപ്പോർട്ടായിട്ട് നിന്ന് മതി. ഷീബാടുണ്ടാ? ഓ എല്ലാം ഇതാറില്ല വന്ന് ഇരിക്കുവാനൊന്നും നേരെയില്ലേ? ഇരിക്കി അല്ല ഇതെന്താ രണ്ടാളും കൂടി? ഒന്നുമില്ല, നിങ്ങള് കൊറേ കാലായില്ലേ മദ്രാസിൽ, നിങ്ങളെല്ലാം കാണാൻ മന്തി വന്നല്ലേ ആള്. എന്നോട് ഞാനിന്നലെ ഇങ്ങ് വന്നിക്കല്ലോ, ഇന്നോടാരാ പറഞ്ഞ ഞാൻ വന്നേ? അതെല്ലാം ഞാനും കയറി. എന്നാ എനിക്ക് ചായ എടുക്കട്ടെ? ചായ എടുക്കേണ്ട സമയമായിപ്പോ. അല്ല, ചായ ഒന്നും വേണ്ട. അല്ല, ചൂടല്ലേ? ചായ കുടിക്കൂല? അല്ല, ചൂടായതുകൊണ്ട്. അല്ല വേറെ വിശേഷമൊന്നുമില്ല. അല്ല വിശേഷമൊന്നുമില്ല, ഞാൻ കല്യാണി എടുത്തിന്റെ കാര്യമെല്ലാം പറയേണ്ടിട്ട് വന്നതാ. ഈ അമ്മമ്മക്ക് എന്താ? അമ്മമ്മക്ക് ഇനി എന്ത് പറ്റും? അല്ല, അമ്മമ്മക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. കുറച്ച് ദിവസം മുമ്പ് ചെറുതായിട്ടൊന്ന് വീണ്. അല്ല, ഒന്നും പറ്റിയിട്ടില്ല. കാലിന്റെ വിരല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ്. അത് പിന്നെ ഉണങ്ങിയില്ല, പഴുത്ത്. പഞ്ചാരന്റെ പ്രശ്നം ഉണ്ടല്ലോ അമ്മമ്മക്ക്. പ്രമേഹമുള്ളതുകൊണ്ട് ഉണങ്ങിയില്ല. ആ കാലും വെച്ചിട്ട് പിന്നെ എല്ലാ പണിയും എടുത്തു. ഈ ചോറ് പറഞ്ഞാലൊന്നും കേൾക്കൂലടാ. അതുകൊണ്ടല്ലേ വീണ്ടും വീണേ. എന്റെ അമ്മ വീണ്ടും വീണില്ല. ചെറുതായിട്ടാ വീണേ, പക്ഷെങ്കിൽ എല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടി. എല്ലാരും അറിയിച്ചിട്ടില്ല കേട്ടോ. അത്ര ഞാനൊന്നായിരുന്നല്ലോ വരുവേനു. നിങ്ങള് മദ്രാസിലായതിനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അതായിരിക്കും. പിന്നെ നട്ടല്ല പൊട്ടി, അതുകൊണ്ട് കിടന്നുപോയി. ഒരേ കിടപ്പല്ല, ഒരേ കിടപ്പ്. അറിയാലോ, പ്രായമായിട്ട് ഒരേ കിടപ്പ് കിടന്നു കഴിഞ്ഞാല് ബാക്കിലെല്ലാം പൊട്ടി, വ്രണായി, പുഴുക്കള് വന്ന് ഭയങ്കര വേദന. പിന്നെ കിടക്കേ തന്നെയാണ്, മലവും മൂത്രവും എല്ലാം കിടക്കേ തന്നെ. അങ്ങനെയായിട്ടില്ല, അല്ലാത്ത കഷ്ടപ്പാടായിട്ട്. പിന്നെ പേനേറ്റീവാർ വന്ന് വൃത്തിയാക്കുകയെല്ലാം ചെയ്യുന്ന ഒരു സമാധാനം. പിന്നെ അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞ് പിന്നെ ഈ കണ്ണിന്റെയും കാഴ്ച പോയല്ലോ. രണ്ട് കണ്ണും തീരെ. പക്ഷെ രണ്ട് കണ്ണൊന്നും കാണാണ്ട് ഇങ്ങനെ പുഴയെല്ലാം വന്നിട്ട് അമ്മമ്മേനെ ഇങ്ങനെ കിടത്തി കഷ്ടപ്പെടുത്തല്ലേ. ഇനി ഒരുപാട് അമ്മമ്മ മരിച്ചാ വയ്യനും ഇല്ലടാ. എന്നാ ഷീബേ, അമ്മമ്മ ഇന്ന് രാവിലെ മരിച്ചു.